എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നടന്ന കേരള PSCയുടെ സെയിൽസ് അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന എക്സാമിൻ്റെ മാത്സിൻ്റെ ആൻസർ കീ ആണ് നോക്കാനായിട്ട് പോകുന്നത്. എൻ്റെ കയ്യിലുള്ളത് ചോദ്യപേപ്പർ കോഡ് D ആണ്. ഒന്നാമത്തെ ചോദ്യം 5, 8, 15 എന്നിവയുടെ നാലാമത്തെ അനുപാതം എത്രയാണ്? 5, 8, 15. ഓക്കെ, നാലാമത്തെ സംഖ്യ എന്ന് എടുക്കുക, എക്സ് എന്ന് എടുക്കുക. 5/8 ഈക്വൽ ടു 15/x. സംഖ്യകളെ അതുപോലെ എഴുതുക, അതിനുശേഷം ക്രോസ് ചെയ്യുക. x × 5 5x ഈക്വൽ ടു 8 × 15 8 × 15. എക്സ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. 5നെ എവിടേക്ക് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യാം. x ഈക്വൽ ടു 8 × 15 ഡിവൈഡ് ബൈ 5. 5 ഉം 15 3 പ്രാവശ്യം 3 8 24. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, എയും ബിയും ചേർന്ന് ഒരു ജോലി 7 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. എക്ക് ബിയുടെ 1.25 മടങ്ങ് കാര്യക്ഷമതയുണ്ട്. അതേ ജോലി എക്ക് മാത്രം എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും? ഇവിടെ എയുടെയും ബിയുടെയും എഫിഷ്യൻസികളാണ് പറഞ്ഞിട്ടുള്ളത്. എയുടെ എഫിഷ്യൻസിയും ബിയുടെ എഫിഷ്യൻസിയും. ബിയുടെ എഫിഷ്യൻസി എത്രയാണോ അതിനേക്കാളും 1/3/4 ടൈംസ് ആണ് എയുടെ എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ ബിയുടെ എഫിഷ്യൻസി ഞാൻ 1 എടുത്തു കഴിഞ്ഞാൽ എയുടെ എഫിഷ്യൻസി 1/3/4 ആയിരിക്കും. സോ ഇതിനെ ക്രോസ് ചെയ്യാം. 7/4:1 എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള എഫിഷ്യൻസി. അങ്ങനെയെങ്കിൽ 4 ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. 7:4. അതാണ് എയും ബിയും തമ്മിലുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് എയും ബിയും ചേർന്ന് 7 ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കും. എയുടെ എഫിഷ്യൻസി 7 ആണ്, ബിയുടെ എഫിഷ്യൻസി 4 ആണ്. സോ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 7 + 4 = 11 ആണ്. അതായത് ഒരു ദിവസം ഇവർ 11 ജോലി ചെയ്യും. എയും ബിയും ഒരുമിച്ച് 7 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും. അങ്ങനെയെങ്കിൽ ഒരു ദിവസം 11 ജോലി വെച്ച് 7 ദിവസം കൊണ്ട് 77 ജോലി ഇവർ തീർക്കും. അതായത് ആകെ ജോലിയുടെ എണ്ണം എന്ന് പറയുന്നത് 77. എൻ്റെ ചോദ്യം, എക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും? ആകെ 77 ജോലിയുണ്ട്. എയുടെ എഫിഷ്യൻസി 7 ആണ്. സോ 77 ഡിവൈഡ് ബൈ 7. ആൻസർ 11 കിട്ടും. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എയുടെയും ബിയുടെയും എഫിഷ്യൻസികൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. 1 1.25 എടുത്തു കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 7:4 എന്ന് കിട്ടും. രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ 11 ആണ് അവരുടെ എഫിഷ്യൻസി. 7 + 4. ഓക്കെ, 7 ദിവസം ഒരുമിച്ച് ജോലി ചെയ്യുന്നു. സോ 7 × 11 ടോട്ടൽ 77 ജോലിയുണ്ട്. 77 ഡിവൈഡ് ബൈ എയുടെ എഫിഷ്യൻസി 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടും. നമുക്കടുത്ത് മൂന്നാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം, സമ്മറിനെ എന്തെന്ന് കോഡ് ചെയ്തിരിക്കുന്നു? റണ്ണർ എന്ന് കോഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വിന്ററിനെ എങ്ങനെ കോഡ് ചെയ്യും? ഇവിടെ കോഡിംഗ് ഡീകോഡിങ്ങിലൂടെ നോക്കുക. അവസാനത്തെ 2 അക്ഷരങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, മാറ്റിയിട്ടില്ല. സോ ഇവിടെ കോഡിൽ എന്ത് തന്നെയായിരിക്കും? ER എന്ന് തന്നെയായിരിക്കും അവസാനം വരുന്നത്. നമ്മുടെ എല്ലാ ഓപ്ഷൻസിലും ER തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി കൂടി ചെയ്ത് നോക്കണം. ഇവിടെ രണ്ടാമത്തെ ലെറ്റർ യുവിനെയും മാറ്റിയിട്ടില്ല ഇല്ലേ? അപ്പോൾ രണ്ടാമത്തെ ലെറ്ററായിട്ട് ആര് തന്നെ വരും? I തന്നെ വരും. ഇനി ബാക്കിയുള്ള ലെറ്ററിനെ എന്ത് ചെയ്ത് നോക്കാം. M തൊട്ടടുത്ത ലെറ്ററാണ് N, എമ്മിൻ്റെ തൊട്ടടുത്ത ലെറ്ററാണ്. സോ എന്നിൻ്റെ തൊട്ടടുത്ത ലെറ്ററായ O വരും. അടുത്തതായിട്ട് ടിയുടെ തൊട്ടടുത്ത ലെറ്ററായ U വരും. അതുപോലെ എസിന് തൊട്ടും പിന്നിലുള്ള ലെറ്ററാണ് R എന്ന് പറയുന്നത്. ഇത് 1 കുറച്ചാണ് എഴുതിയിരിക്കുന്നത്. സോ Wയിൽ നിന്ന് 1 കുറച്ചാൽ B. VIOUER. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒരു കണ്ണാടിയിൽ 8 മണി ആകാനായിട്ട് 15 മിനിറ്റ് സമയം ഇനി വേണം. അതായത് സമയം ഇപ്പോൾ എത്രയായിരിക്കും? 7:45. ഓക്കെ, നമ്മൾ തെറ്റരുത്. 8 മണി ആകാനായിട്ടാണ് സമയം 15 മിനിറ്റിന് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സമയം 7:45 ആണ്. അങ്ങനെയെങ്കിൽ ഇത് കണ്ണാടിയിലാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ യഥാർത്ഥ ഇമേജ്, യഥാർത്ഥ സമയം എത്ര എന്നാണ് ചോദ്യം. സോ യഥാർത്ഥ സമയം കണ്ടുപിടിക്കാനായിട്ട് 11:60 എന്ത് ചെയ്യുക? കുറയ്ക്കുക. 60 45 പോയാൽ 15. 11 7 കുറച്ചാൽ 4. സോ ആൻസർ എന്ന് പറയുന്നത് 4:15. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അയാൾ കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കുന്നു. സോ ഒരാൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിൽക്കുവാണ്. ഘടികാര ദിശയിൽ, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ക്ലോക്കിലെ സൂചി സഞ്ചരിക്കുന്ന ദിശ ഇങ്ങനെയല്ലേ സഞ്ചരിക്കുന്നത്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് അഥവാ എതിർ ഘടികാര ദിശ എന്ന് പറയുമ്പോഴാണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഘടികാര ദിശയിൽ എന്ത് ചെയ്തു? 110 ഡിഗ്രി തിരിഞ്ഞു. അതിനുശേഷം എതിർ ഘടികാര ദിശയിലേക്ക് 155 ഡിഗ്രി തിരിഞ്ഞു. അപ്പോൾ ഇത്രയും ഡിഗ്രി 110 ഇവിടെ തിരിച്ചു വരും. പിന്നെ ഒരു 45 ഡിഗ്രിയും കൂടി സഞ്ചരിക്കും ഇല്ലേ? അങ്ങനെ മൊത്തം 155 ഡിഗ്രി ആകത്തുള്ളൂ. ഇപ്പോൾ ഏത് ദിശയിലേക്കാണ് അഭിമുഖീകരിക്കുന്നത്? ഇവിടേക്കാണ് നോർത്ത്, ഇവിടെ ഈസ്റ്റ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ദിശ അഥവാ വടക്ക് കിഴക്ക് ദിശയിലേക്ക്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിൽ 30 - 10 എന്ന് പറയുന്നത് 300 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 30നെ എന്ത് ചെയ്താലാണ് 300 കിട്ടുന്നത്? ഇൻറ്റു ചെയ്താലാണ് 300 കിട്ടുന്നത് അല്ലേ? അപ്പോൾ മൈനസ് എന്ന് പറഞ്ഞാൽ എന്തിന് ഇക്വലൻ്റ് ആണ്? ഇൻറ്റുവിന് ഇക്വലൻ്റ് ആണ്.
7 ഡിവൈഡ് ബൈ 4 ഇത് 11 കിട്ടി. 7നെ 4നോട് എന്ത് ചെയ്താൽ 11 കിട്ടും? പ്ലസ് ചെയ്താൽ 11 കിട്ടും. അതായത് ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ആർക്ക് തുല്യമാണ്? പ്ലസിന് തുല്യമാണ്. അതുപോലെ 9 ഇൻറ്റു 3 എന്ന് പറയുന്ന 6. 9ൽ നിന്ന് 3 കുറച്ചാലാണ് 6 കിട്ടുന്നത്. അപ്പോൾ ഇൻറ്റു എന്ന് പറയുന്ന ആർക്ക് തുല്യമാണ്? മൈനസിന് തുല്യമാണ്. അങ്ങനെ നമ്മുടെ ചോദ്യത്തിൽ 50 മൈനസ് എന്ന് പറഞ്ഞു. മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു 20. അടുത്തായിട്ട് ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 100 ഡിവൈഡ് ബൈ ഡിവൈഡ് എന്ന് പറയുന്നത് പ്ലസ് ആണ്. പ്ലസ് 10. 50 ഇൻറ്റു 20 1000 മൈനസ് 100 പ്ലസ് 10. 1000 നിന്ന് 100 പോയാൽ 900. 900 പ്ലസ് 10 910. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. -5നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്ര? അപ്പോൾ -5നെ നമുക്ക് 4 കൊണ്ട് ഭാഗിച്ച് നോക്കാം. -1 ഇൻറ്റു 4 -4 തമ്മിൽ കുറയ്ക്കുമ്പോൾ -1 എന്ന് വരും. -5ൽ നിന്ന് കുറയ്ക്കുക. ആരെ കുറയ്ക്കുക? -4നെ കുറയ്ക്കുക. 2 മൈനസ് വരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. -5 + 4 = -1. അതായത് ശിഷ്ടം റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്? -1 ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 3 മെട്രിക് ടണ്ണിന്റെ എത്ര ശതമാനം 60 ക്വിൻ്റൽ വരും? ഓക്കെ, ഒരു ടൺ എന്ന് പറയുമ്പോൾ മെട്രിക് ടൺ എന്ന് പറയുമ്പോൾ എത്ര കിലോയാണ്? 1000 കിലോഗ്രാം ആണ്. സോ 3 ടൺ എന്ന് പറയുമ്പോൾ എത്ര കിലോ വരും? 3000 കിലോഗ്രാം വരും. അതുപോലെ കിൻഡലിന്റെ കാര്യം നോക്കാം. ഒരു കിൻഡൽ എന്ന് പറയുമ്പോൾ എത്രയാണ്? 100 കിലോഗ്രാം. അപ്പോൾ 60 ക്വിൻ്റൽ എന്ന് പറയുമ്പോൾ 6000 കിലോഗ്രാം. എൻ്റെ ചോദ്യം 3 മെട്രിക് ടണ്ണിന്റെ എത്ര ശതമാനമാണ് 60 കിലോഗ്രാം? 60 ക്വിൻ്റൽ. സോ 6000 ഡിവൈഡഡ് ബൈ 3000 ഇൻറ്റു 100. പൂജ്യങ്ങളെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3/2 6/3 200 ശതമാനം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം ഡയറക്ഷൻസുമായിട്ടും ഡിസ്റ്റൻസുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടതാണ്. എ എന്നത് ബിയിൽ നിന്ന് 20 മീറ്റർ പടിഞ്ഞാറും. അപ്പോൾ എ എന്ന് പറയുന്നത് ബിയിൽ നിന്നും 20 മീറ്റർ പടിഞ്ഞാറാണ്. അതുപോലെ സി എന്നത് ബിയിൽ നിന്ന് 30 മീറ്റർ വടക്ക്. സി എന്നത് ബിയിൽ നിന്ന് 30 മീറ്റർ വടക്കാണ്. അതുപോലെ തന്നെ ഡി എന്നത് സിയിൽ നിന്ന് 10 മീറ്റർ കിഴക്കാണ്. സോ 10 മീറ്റർ കിഴക്കാണ് ഡി. അങ്ങനെയെങ്കിൽ എയിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരം എത്ര? നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഈ 30നെ ഞാൻ ഇവിടെയും കൂടെ അങ്ങ് വരയ്ക്കുന്നു. ഇവിടെയും 30. അതുപോലെ ഇവിടെയും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ 20 എങ്കിൽ ഇവിടെയും എത്ര തന്നെയായിരിക്കും? 20 തന്നെയായിരിക്കും. ഇനി ബാക്കി എൻ്റെ ഈ ഫിഗറിൻ്റെ ആവശ്യമില്ല. ബാക്കിയുള്ള ദൂരങ്ങൾ മാത്രം എടുക്കാം. ഈ ദൂരമല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെയും 30 ഇവിടെ 20ഉം 10ഉം ആകെ എത്രയാണ്? 30. ഇവിടെ 30. അങ്ങനെയെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 30√2 ആയിരിക്കും. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത അവസാനത്തെ ചോദ്യം XY എന്നിവയുടെ പരസ്പര പൂരകത്തിന്റെ ശരാശരി. അതായത് XY എന്നീ 2 സംഖ്യകളുണ്ട്. ഇവയുടെ റെസിപ്രോക്കലുകളുടെ ശരാശരി എത്ര? ശരാശരി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? ഇവർ രണ്ടുപേരും കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അതിന്റെ റെസിപ്രോക്കൽ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ സോൾവ് ചെയ്യാലോ. y + 1 y × 1 y plus x × 1 x divided by x × y xy into 1/2 equal to x plus y by 2 into x into y 2xy. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇത്രയുമാണ് ഇതിൽ മാത്സ് എന്ന് പറയുന്ന മേഖലയിൽ ചോദിച്ച ചോദ്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻസ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.